നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ജഡ്ജ്മെന്റ് കാർഡാണ്. ഈ റിലേഷനിൽ നിങ്ങൾ ഇപ്പം എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എത്ര വേദനിക്കുന്നുണ്ടോ ആ ഒരു വേദനയ്ക്കുള്ള ഒരു പരിഹാരം, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട നീതി നിങ്ങൾക്ക് ഒരിക്കൽ എന്തായാലും കിട്ടുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്നെ യൂണിവേഴ്സ് പോലും കൈവിട്ട ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് കിട്ടേണ്ട ഒരു നീതി എനിക്ക് കിട്ടിയില്ല, ഞാൻ എപ്പോഴും തോൽവിയാണ്, എന്റെ ലൈഫിൽ എപ്പോഴും ഞാൻ തോൽവിയാണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ സഫർ ചെയ്തതിന്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതിന്, നിങ്ങൾ ഈ റിലേഷനിൽ അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാം നിങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മുന്നോട്ട് ലഭിക്കുന്നതായിട്ടാണ്, ഒരു ജഡ്ജ്മെന്റ് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് വാൻഡ്സ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ടുണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഇതുവരെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, ആ രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോണ്ടാക്ട് മുന്നോട്ട് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും വീക്കായി പോകുന്നത് നിങ്ങൾ ഇമോഷണലി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇമോഷണലി ആണ് നിങ്ങൾ എപ്പോഴും വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് റിലേഷൻ ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ഒരുപാട് ഇമോഷണലി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷണലി വീക്ക് ആവാതെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി കൊണ്ടുവരേണ്ട ഒരു ടൈമാണിപ്പോ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഈ ഇമോഷണലി കാര്യങ്ങളെ എടുക്കുക, അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ആ ഒരു വേദനയെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പെയിനിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇമോഷണലി വീക്ക് ആവാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു സന്തോഷം ലഭിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന രീതിയിൽ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഫാമിലിക്ക് ആയിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷനിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പഴയ ബോണ്ടിങ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ലെവലിലോട്ട് ഈ റിലേഷൻ മാറിപ്പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 9 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഇമോഷണലി ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലോട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ടും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ടൈമാണിത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുക, നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പം ഒരുപാട് വേദനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുക, വർക്ക് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് മുന്നോട്ടുണ്ടാവും. ഓക്കെ. ദ ഹയറോഫന്റ് എനർജിയാണ്. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഈ റിലേഷനിൽ ഉണ്ടാവാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കർമ്മ നിങ്ങളുടെ റിലേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൂടുതൽ ഇൻവോൾവ്ഡ് ആവുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ആ ഒരു പെയിൻ അനുഭവിക്കാൻ തുടങ്ങിയതും ആ ഒരു പെയിൻ ആണ് നിങ്ങളെ കൂടുതൽ ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൊണ്ടുപോയതും എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിലേഷനും മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവുമ്പോൾ, കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുമ്പോൾ നിങ്ങളിലുള്ള ആ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുകയും ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആയി മാറുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒരു നല്ല ബോണ്ടിങ്ങിലോട്ട് മാറുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്.
പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളിൽ കൂടുതൽ അറിവുകൾ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ടായിരിക്കാം. കൂടുതൽ ആഴത്തിൽ നിങ്ങൾ അതേക്കുറിച്ച് അറിവ് സമ്പാദിക്കാനുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് കൂടി നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് കാണിക്കുന്നത്. അത് നിങ്ങളുടെ റിലേഷനെ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ബാധിക്കുക. അത് കൂടുതൽ പോസിറ്റീവിലോട്ടാണ് നിങ്ങളുടെ റിലേഷനെ കൊണ്ടുപോവുക. കാരണം നിങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കൂടുതൽ സ്പിരിച്വൽ കണക്ഷനിലോട്ട് നിങ്ങൾ പോകുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഓറ വർദ്ധിക്കും, നിങ്ങളുടെ എനർജി വർദ്ധിക്കും. അപ്പൊ നിങ്ങളിലേക്കുള്ള മറ്റുള്ളവരുടെ അട്രാക്ഷൻ കൂടും. ഓക്കെ, പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. അവര് സ്നേഹത്തോടു കൂടി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് എത്ര അകന്ന് നിന്നാലും അവർ ഈ റിലേഷനിലോട്ട് തിരികെ വരും. സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഒരു തിരിച്ചുവരവ് ഈ റിലേഷനിൽ ഉണ്ടാവും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. 5 ഓഫ് വാൻസ് എനർജിയാണ്. ചിലർക്ക് ഇത് നിങ്ങൾ തമ്മിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സംസാരം ഉണ്ടായിട്ട് അല്ലെങ്കിൽ വഴക്കുകൾ നടന്നിട്ടായിരിക്കും നിങ്ങൾ സെപ്പറേഷനിലോട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ അതിൽ നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. ആ ഒരു വഴക്ക് അല്ലെങ്കിൽ ആ ഒരു സംസാരം, പ്രശ്നങ്ങള് അതിന്റെ പുറത്താണ് നിങ്ങൾ മാറി നിന്നേന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ഒരു തിരിച്ചുവരവ് ഈ റിലേഷനിൽ കാണിക്കുന്നുണ്ട്. അവർ ആ വഴക്കിന്റെ പുറത്ത് ഈ റിലേഷൻ കംപ്ലീറ്റ്ലി എൻഡാക്കി പോയിട്ടൊന്നുമില്ല കേട്ടോ. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇപ്പോഴൊരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാർമിക് സിറ്റുവേഷന്റെ പുറത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നതും അതിന്റെ പുറത്താണ് നിങ്ങളിപ്പം കൂടുതൽ പെയിൻ അനുഭവിക്കുന്നതും ഈ റിലേഷണൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതും നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി ഇൻവോൾവഡ് ആവുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളോട്ട് ഇൻവോൾവഡ് ആവുക. അത് നിങ്ങളുടെ റിലേഷനെ, നിങ്ങളുടെ ലൈഫിനെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കാൻ പോവുകയാണെങ്കിലും അത് ഇപ്പോഴൊരു കറക്റ്റ് ടൈം അല്ല, ഒരു റൈറ്റ് ടൈം അല്ല. അതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ടൈം അല്ല എന്നാണ് കാണിക്കുന്നത്. റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതിന് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളോട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട്, റിലേഷന്റെ കാര്യത്തിലായാലും ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ഉണ്ടാവുക. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലത് മാത്രമാണ് കൊണ്ടുവരിക. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകൾക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. അതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ നിങ്ങൾ ട്രസ്റ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എ തിരുവോണം, ലെറ്റർ പി അനീഴം, ലെറ്റർ സി ഡിസംബർ, നവംബർ, മാർച്ച്, ലെറ്റർ എം, ഭരണി, ഏപ്രിൽ 1998, ഒക്ടോബർ 1994. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.